ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പെട്ടെന്ന് എനിക്ക് കിട്ടിയ ഒരു ഐഡിയ കേട്ടോ. ഓക്കെ, ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. കാരണം എനിക്ക് ഇപ്പം 70K സബ്സ്ക്രൈബേഴ്സായി. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ആകെ 2000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നുള്ളത്. അതിനുശേഷം ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയത്. അപ്പോൾ എനിക്കറിയാമല്ലോ നിങ്ങൾക്ക് എന്ത് റിലേറ്റഡ് വീഡിയോസ് കണ്ടിട്ടാണ് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തെന്നുള്ളത്. എൻ്റെ ഹോം ടൂർ. അപ്പോൾ ഇന്ന് എൻ്റെ ഹോം ടൂർ അല്ല ഞാൻ കാണിക്കുന്നത്. എൻ്റെ വീട് നിങ്ങൾ കണ്ട് മടുത്തിട്ടുണ്ടാവും. അത്രയും ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ എനിക്ക് ഓക്കെ, ഇങ്ങനൊരു അവിടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ ദുബായിലായിരുന്നപ്പോൾ അവിടെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ പോകണം എന്ന് എനിക്ക് കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ്. വീട് കാണണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വീടൊക്കെ ഇങ്ങനെ കാണാനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, പയ്യോളി അങ്ങാടി തന്നെയാണ്. ഇസ്മായിൽ എന്നാണ് പേര്. ഇസ്മായിൽ ഖാൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം, നിങ്ങൾക്കും കാണാൻ ഇഷ്ടമായിരിക്കുമല്ലോ. കാരണം എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഈ വീട് പണിയുന്നതിന് മുമ്പ് ഒരുപാട് ഹോം ടൂറൊക്കെ കാണുമായിരുന്നു, ഒരു ഐഡിയാസ് കിട്ടാൻ. ഇപ്പം നമ്മൾ അവിടെ കാണുന്ന പല ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ അതേപോലെ ചെയ്യണം. ഓക്കെ, നമ്മളിങ്ങനെ കാണുകയാണല്ലോ, അപ്പോൾ കാണുന്നേരം നമുക്ക് ഓക്കെ കാണുന്നേരം രസമുണ്ടല്ലോ. നമ്മൾ പറയുന്നതിലും നമ്മൾ കാണുമ്പം കുറച്ചുകൂടി ആ ഒരു വിഷ്വൽ സംഭവം കുറച്ചുകൂടെ നമുക്ക് അട്രാക്റ്റ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഐഡിയാസൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. എപ്പോഴും ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് മാത്രം ഇട്ടത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചാനലാക്കുന്നില്ല. ഇങ്ങനത്തെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കൂടെ എൻ്റെ ലൈഫല്ലാതെ നിങ്ങൾക്കും കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആ വീട്ടിൽ പോകണം. വേറെ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് അവിടെ പോകുന്നു, നമ്മൾ ആ വീടൊക്കെ ഒന്ന് ചുറ്റി കാണുന്നു. അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടത്തേക്ക് പോകാമല്ലേ. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഞാൻ എൻ്റെ വീഡിയോസിൽ എപ്പോഴും പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ് വാവിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്തിട്ട് നിങ്ങളായിട്ട് റിവ്യൂ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാനിപ്പം റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ്. വാവിൻ്റെ ഫോമിംഗ് ഫേസ് വാഷാണ്. വിറ്റാമിൻ സി ഫോമിംഗ് ഫേസ് വാഷാണ്. നല്ല ഫേസ് വാഷാണ്. വിറ്റാമിൻ സി നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ സ്കിന്നിന് എത്രമാത്രം വിറ്റാമിൻ സി ഒക്കെ നല്ലതാണെന്നുള്ളത്. ഇത് സ്കിൻ ടോൺ ബ്രൈറ്റ് ചെയ്യാനും അതേപോലെ ഭയങ്കര സ്മൂത്ത് ആക്കും കേട്ടോ. സ്മൂത്ത് ആക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന് ഒരു പമ്പ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷ് ആപ്ലിക്കേറ്റർ കൂടെ ഉണ്ട് ഇതിൽ. ഭയങ്കര സ്മൂത്തായി നമ്മൾ വിചാരിക്കും ഇത് കാണുമ്പോൾ ഓക്കെ ബ്രഷ് ഭയങ്കര ഹാർഷായിരിക്കില്ല, പക്ഷെ ഭയങ്കര സ്മൂത്താണ്. അപ്പം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് നാച്ചുറലായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. ഇതിൽ 98.7% നാച്ചുറൽ കണ്ടൻസ് ആണ്, ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ വാവിൻ്റെ പ്രോഡക്റ്റ്സ് അധികം വാവിൻ്റെ പ്രോഡക്റ്റ്സിലും ഇങ്ങനെ തന്നെയാണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇത് പാരബൻ ഫ്രീ ആണ്, സിലിക്കൺ ഫ്രീ ആണ്, നോ ആഡഡ് കളേഴ്സ്, അങ്ങനെ അധികം ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഒന്നുമില്ല. ഇതിപ്പോൾ 100 ml ബോട്ടിൽ 50% എക്സ്ട്രാ തരുന്നതാണ്. ഇതിപ്പോൾ 150 ml ആണ് വരുന്നത്. ഇത് 100 ml ബോട്ടിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഫേസ് ഒന്ന് വെറ്റാക്കിയതിന് ശേഷം ഈ ഫേസ് വാഷ് നമ്മൾ ഈ ബ്രഷ് അപ്ലിക്കേറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഫേസിൽ സർക്കുലർ മോഷനിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫേസ് വാഷ് ചെയ്യാം. സിമ്പിൾ. എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ വാവിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതെന്ന് വെച്ചാൽ, വാവ് ഒരു വുമൺ എംപവർമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ബ്രാൻഡാണ്. അധികം ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഒന്നുമില്ല, കുറേ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജിംഗ് ആണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ്. അതേപോലെ ക്രുവൽറ്റി ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. എല്ലാ സ്കിൻ ടൈപ്പുകൾക്കും സൂട്ടബിൾ ആണ്. എൻ്റെ ഡ്രൈ സ്കിന്നാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേഴ്സണലി എനിക്ക് നന്നായിട്ട് വർക്കായ ഒരു ഫോമിംഗ് ഫേസ് വാഷാണ്. ഞാൻ വാവിൻ്റെ തന്നെ ഒരുപാട് ഫോമിംഗ് ഫേസ് വാഷസ് യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്കൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. വാവിൻ്റെ ആപ്പും ചെക്ക് ചെയ്യാൻ മറക്കരുത്. ആപ്പിൽ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വാവിൻ്റെ ആപ്പും ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പോകാമല്ലേ. അപ്പോൾ ഞങ്ങളിതാ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ദൂരെ നിന്നുള്ള ഒരു വ്യൂ നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറച്ചൊരു ഉള്ളോട്ടായിട്ട് വീട് ഉണ്ടാവുന്നത്.
ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ദൂരെ നിന്നുള്ള വ്യൂ. സോനു ഹായ് സർ, നീ എന്താ എടുക്കുന്നത്? കണ്ടോ, നല്ല ഭംഗിയില്ലേ? ചെറുതായിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പുല്ലൊക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് ദൂരെ നിന്ന്, റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ദൂരെ ആയിട്ടാണ് ഉള്ളത്. ഹായ് ഊഞ്ഞാല്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ വീട്ടിലെന്താ സ്ഥലമില്ല, മുന്നിലൊന്നും അധികം സ്ഥലമില്ലല്ലോ. ഇതാണ് ദൂരെ നിന്നുള്ള വ്യൂ. നമുക്കിനി ഉള്ളിൽ പോയി നോക്കാം. ഇവിടെ ആരുമില്ലേ? ആളുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. നല്ല ഭംഗിയില്ലേ? ഇവിടുന്ന് നേരെ പോയാൽ പോകുന്നത് ഇവിടത്തേക്കാണ്. ഇവിടെ മേലേത്തേക്കുള്ള എൻട്രൻസ് ഉണ്ട്. ഡൈനിങ് ഏരിയ, വാഷ് ഏരിയ. ഈ ചെയർ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഭംഗിയില്ലേ ചെയർ അല്ലേ? ഈ ലൈറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ വീട്ടിലുള്ള ഇതിൻ്റെ ഈ സെയിം ലൈറ്റിൻ്റെ ദൂരം ഈ സെയിം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പിലാണ്. ഫുള്ളായിട്ട് താഴത്തേക്ക് ഇതിങ്ങനെ സ്റ്റെപ്പായിട്ടല്ലേ ഉള്ളത്. പക്ഷെ ഞങ്ങൾ വെച്ചത് എല്ലാം താഴത്തേക്ക്, സെയിമാണ് സംഭവം. അപ്പം നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ടൈമാണ് ഞാൻ വീട് കാണുന്നത്. അപ്പം ഞാൻ കാണുന്ന ആ ഒരു ഇതിൽ തന്നെയാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. വാവ്, നല്ല ഭംഗിയില്ലേ? നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ സ്പേസ് ഭയങ്കരമായിട്ടുള്ള. അപ്പം എന്നെ കാണാലോ. ഹായ്, നല്ല ബെഡ്ഷീറ്റിൻ്റെ കളറ്. അപ്പോൾ ഈ കണ്ടതാണ് സെക്കൻഡ് ബെഡ്റൂം. ഭയങ്കര സിമ്പിളായിട്ടുള്ള ബെഡ്റൂമാണിത്. നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് കിച്ചൺ. ഇവിടെ ടോട്ടൽ 3 കിച്ചൺ ഉണ്ട്. എൻ്റെ വീട്ടിലും 3 കിച്ചൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും, ഞങ്ങളുടെ ഏരിയാസിൽ വീട്ടിലൊക്കെ ഒരു 2-3 കിച്ചണൊക്കെ ഉണ്ടാവും. ചെറിയൊരു ഡൈനിങ് ഏരിയ ഇവിടെ ഉണ്ട്. ഇതാണ് ടോട്ടൽ കിച്ചണിൻ്റെ ലുക്ക്. ഇനി നമുക്ക് സെക്കൻഡ് കിച്ചണിലേക്ക് പോകും. ഇതാണ് സെക്കൻഡ് കിച്ചൺ. ഒരു ഗ്രേ കളറിൽ കൊണ്ടുവന്ന കിച്ചണാണ്. ഭയങ്കര സിമ്പിളായിട്ടുണ്ട്. അപ്പം നമുക്കിനി മേലേക്ക് പോയി നോക്കാം. അപ്പം മേലെ ടോട്ടൽ 4 റൂംസ് ആണുള്ളത്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം.
ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, പക്ഷെ അത് യൂസ് ചെയ്യാത്തൊരു ബെഡ്റൂമാണ്. ഇതാണ് 3rd ബെഡ്റൂം. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ 4th ബെഡ്റൂം. നല്ല ഭംഗിയില്ലേ? എനിക്ക് ഇതും ഫസ്റ്റ് നമ്മൾ കാണിച്ച ബെഡ്റൂമില്ലേ, അതുമാണ് എൻ്റെ ഫേവറേറ്റ്. വാവ്, എനിക്ക് ബെഡിൻ്റെ അവിടെ ചെയ്ത് അതിനെന്താ പേര് എനിക്കറിയില്ല, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. നല്ല ഭംഗിയില്ലേ? വാഷ്റൂം ഒന്നും കാണിച്ചു തന്നില്ലല്ലോ. ഇതാണ് ഡ്രസ്സിങ് ഏരിയ. വാഷ്റൂം. അപ്പോൾ ഇതാണ് മേലത്തെ ബാൽക്കണി എന്നുള്ള വ്യൂ. ഇതേ കണ്ടോ, ഇതവിടെയാണ് റോഡ് വരുന്നത്. അപ്പോൾ ഞങ്ങളിതാ വീട്ടിൽ പോയി വീടൊക്കെ കണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. വീട് കണ്ട് ഇഷ്ടമായി. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഒരു ചെമ്പരത്തി ഉറച്ചോട്ടെ. അപ്പോൾ നിങ്ങൾ വീട് കണ്ടില്ലേ? വീട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം ഇപ്പോൾ കുറേ ഡൗട്ട്സ് ഉണ്ടാവും, എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, ആരാണ് എൻജിനീയർ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാനത് കമൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ അന്നേരം ചോദിച്ചിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നത് 4500 സ്ക്വയർ ഫീറ്റ് അങ്ങനെയല്ലേ പറഞ്ഞത്? 4500 സ്ക്വയർ ഫീറ്റാണെന്ന് തോന്നുന്നു വീടിൻ്റെ പറഞ്ഞത്. കറക്റ്റ് അതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഞാൻ വീട്ടിലേക്ക് പോവാണ്. നല്ല വെയിലും കൊണ്ട് വെയിൽ പോയിട്ടോ. അയ്യോ, പക്ഷെ തളർന്ന്. അവിടെ നിന്ന് ഒരു അടിപൊളി വാട്ടർമെലൻ്റെ ജ്യൂസ് കുടിച്ചിരുന്നു. അപ്പോൾ കുറച്ച് എനർജിയൊക്കെ വന്നു. ഞാൻ തിരിച്ചു വന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജസ്റ്റ് ആ വീട് കാണാൻ പോകുമ്പോൾ നിങ്ങളെ കൂടി കാണിക്കണം എന്ന് തോന്നി, അതാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഇപ്പോൾ 70K അല്ലേ. ഞാൻ ദുബായിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്കൊരു 100K അടിക്കണം എന്നൊരാഗ്രഹമുണ്ട്. എന്നിട്ട് നമ്മുടെ സിൽവർ പ്ലേ ബട്ടണൊക്കെ കൊണ്ട് തിരിച്ച് ദുബായിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ആ ഒരു ആഗ്രഹം നടത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ല എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ എന്താ പറയാൻ വിചാരിച്ചത്, പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എൻ്റെ അച്ഛന് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഞാൻ അവിടെയൊക്കെ പോകുന്നേരം വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ.